ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ എത്തുന്നത് നിർണായക കരാറുകളിൽ ഒപ്പിട്ട ശേഷം. US പ്രസിഡന്റ് ജോ ബൈഡനും മോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന കരാറിൽ ഒപ്പിട്ടതായാണ് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ സ്വന്തമാക്കാനുള്ള കരാറിലാണ് മോദി ഒപ്പിട്ടതെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കാനും ശത്രുവിന്റെ ഏത് നീക്കവും അതിവേഗത്തിൽ നിരീക്ഷിക്കാനാകുന്ന 31 MQ-9 സ്കൈ ഗാർഡിയൻ, സീ ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള കരാറിൽ മോദി ഒപ്പിട്ടതായാണ് റിപ്പോർട്ട്. $3 ബില്യൺ ചെലവഴിച്ചാണ് ഇന്ത്യ ഈ ഡ്രോണുകൾ വാങ്ങുന്നത്. മോദി ബൈഡൻ കൂടിക്കാഴ്ചയിൽ MQ-9B പ്രിഡേറ്റർ ഡ്രോൺ ഇടപാടും കൊൽക്കത്തയിൽ അർദ്ധചാലക പ്ലാന്റ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുമുള്ള വിഷയങ്ങൾ ചർച്ചയായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ ഡ്രോൺ ഇടപാടും സംയുക്ത സൈനികാഭ്യാസവും ചർച്ചയായി. ഇന്ത്യൻ സൈന്യത്തിന്റെ ഇന്റലിജൻസ്, നിരീക്ഷണം, രഹസ്യാന്വേഷണ മേഖലകളിലെ കരുത്ത് വർദ്ധിപ്പിക്കാനാകുന്ന 39 ജനറൽ ആറ്റോമിക്സ് MQ-9B ഡ്രോണുകൾ ഇന്ത്യ വാങ്ങാനുള്ള തീരുമാനത്തിൽ US പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടുണ്ട്. മനുഷ്യപ്രയത്നത്തിന്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ആഗോള തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇന്ത്യയും US തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇന്തോ പസഫിക് മേഖല ഉൾപ്പെടുന്ന പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു നേതാക്കളും നിലപാടുകളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുകയും ചെയ്തു. പരസ്പര താല്പര്യമുള്ള മേഖലകളിൽ US ഇന്ത്യയും ഉഭയകക്ഷി പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിലാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി പ്രസ്താവനയിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് 31 MQ-9B ഡ്രോണുകൾ നൽകുന്നതിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ US തീരുമാനമെടുത്തിരുന്നു. $3.99 ബില്യൺ ഇതിനായി ഇന്ത്യ ചെലവഴിക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. US നിന്ന് ലഭിക്കുന്ന 31 ഡ്രോണുകളിൽ 15 സീ ഗാർഡിയൻ ഡ്രോണുകൾ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും കരസേനയ്ക്കും 8 സ്കൈ ഗാർഡിയൻ ഡ്രോണുകൾ വീതവും ലഭിക്കും. ശബ്ദമില്ലാതെ പ്രവർത്തിക്കാനുള്ള കഴിവാണ് MQ-9B പ്രിഡേറ്ററിന്റെ പ്രധാന സവിശേഷത. ഭൂമിയിൽ നിന്ന് 250 മീറ്ററിനടുത്ത് വരെ പറക്കാൻ കഴിയുന്ന ഡ്രോണിന്റെ സ്റ്റെൽത്ത് സവിശേഷതയാണ് മറ്റൊരു ഘടകം. ഭൂമിയിൽ നിന്ന് ഏകദേശം 50,000 അടി ഉയരത്തിൽ മണിക്കൂറിൽ 442 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും. ഏത് കാലാവസ്ഥയിലും ദൈർഘ്യമേറിയ ദൗത്യങ്ങളിൽ ഉപയോഗിക്കാനാകും. മിസൈലുകൾ ഡ്രോണിൽ സജ്ജീകരിക്കാനാകും. MQ-9B ഡ്രോണിന് 4 മിസൈലുകളും 450 കിലോ ബോംബുകളും ഉൾപ്പെടെ 1700 കിലോഗ്രാം വഹിക്കാനും ഇന്ധനം നിറയ്ക്കാതെ 2000 മൈൽ സഞ്ചരിക്കാനും ശേഷിയുണ്ട്. തുടർച്ചയായി 35 മണിക്കൂർ സഞ്ചരിക്കാനാകും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ചൈനയിൽ നിന്നുള്ള ഭീഷണി തുടരുന്ന സാഹചര്യത്തിലാണ് നൂതന സാങ്കേതിക വിദ്യകളുള്ള ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത്. പാക് അതിർത്തികളിലും ഇവ ഉപയോഗിക്കാനാകും.